മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ മലയാറ്റൂർ നക്ഷത്ര തടാകം കാർണിവലിനെ കുറിച്ച് ഇപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ മെമ്പറായ എന്നെക്കുറിച്ചും ശ്രീ അഖിൽ മുല്ലപ്പെരിയാർ മലയാറ്റൂരിലുള്ള അഖിൽ ചില പരാമർശങ്ങൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന 2023 പ്രസിഡൻ്റായിരുന്ന ശ്രീ വിൽസൺ കോയിക്കരയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഏകപക്ഷീയമായിട്ട് ചില പരാമർശങ്ങൾ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ സമീപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2022 നക്ഷത്ര തടാകം കാർണിവലിൻ്റെ മെഗാ കാർണിവലിൻ്റെ നക്ഷത്രം ചിറക്കി ചുറ്റും തൂക്കുന്ന തടാകത്തിൻ്റെ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ. അന്ന് നമ്മൾ ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പുതിയൊരാളെന്നുള്ള നിലയ്ക്ക് അവിടെ നിലവിൽ അവിടുത്തെ പ്രാദേശിക സമിതിയും മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ചേർന്നുകൊണ്ട് നക്ഷത്രതടാകം നടത്തി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. കോവിഡ് ഒക്കെ വന്നതിന് ശേഷം 1-2 വർഷക്കാലം അത് മുടങ്ങി. പിന്നീടാണ് തുടങ്ങിയ സമയത്താണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കാർണിവൽ ആരംഭിച്ചത്. ആ തടാകത്തിൻ്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ചിറക്കിയിട്ട് നക്ഷത്രം തൂക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ കമ്മിറ്റിയുടെ ചുമതലയിലുണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നുള്ളൊരു എക്സ്പീരിയൻസ് പോലും ഇല്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനകത്ത് കമ്മിറ്റഡായിട്ട് ആ വർഷത്തെ ആ ചിറക്കിയിട്ട് നക്ഷത്രം തൂക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ച് ആ കാർണിവലിൻ്റെ സമാപനം കഴിഞ്ഞു. വീണ്ടും 2023 നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡൻറ്റ് മാറി വന്നു. വിൽസൺ കോയിക്കര പ്രസിഡൻറ്റ് വന്ന സമയത്തും ചിറക്ക് ചുറ്റും നക്ഷത്രം തൂക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് 2022 ലക്ഷക്കണക്കിന് രൂപ കുറച്ചിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഈ പ്രാവശ്യം നമ്മൾ അംഗീകരിച്ചത്. ആ പല ആളുകളും കൊട്ടേഷൻ കൊണ്ടുവന്ന് കൊടുത്തു. ആ കൊട്ടേഷനൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ശ്രീ നവാസിൻ്റെ ഒരു കൊട്ടേഷനാണ് അംഗീകരിച്ചത്. നവാസ് വെച്ച കൊട്ടേഷൻ അംഗീകരിച്ച ഏറ്റവും 6,34,350 രൂപയ്ക്കാണ് ആ കൊട്ടേഷൻ അംഗീകരിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റിൽ ചിറക്ക് ചുറ്റും തൂക്കുന്ന നക്ഷത്രം തൂക്കണം, നക്ഷത്രത്തിൽ ബൾബുകൾ തെളിയിക്കണം, അതുപോലെ തന്നെ കാടപ്പാറ പള്ളി മുതൽ നമ്മുടെ നക്ഷത്ര തടാകത്തിൻ്റെ ആ കവാടം വരെ ലൈറ്റില്ലാത്ത നക്ഷത്രം തൂക്കണം. പിന്നെ അവിടുന്ന് സീരിയൽ സെറ്റ് ഇടണം. ഗ്രൗണ്ട് മുതൽ താഴേക്ക് കവാടം മുതൽ ഗ്രൗണ്ട് വരെ സീരിയൽ സെറ്റ് മാല ബൾബുകൾ മുകളിൽ കൂടി ആർച്ച് മാതിരി ഇടണം. പിന്നെ നമ്മുടെ തടാകത്തിൻ്റെ ടൈൽ ഇട്ട റോഡിൻ്റെ ഭാഗത്ത് ചിറയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ സീരിയൽ സെറ്റ് തൂക്കണം. അതുപോലെ തന്നെ നമുക്ക് ഹാലജൻ ബൾബ് 75 ഹാലജൻ ബൾബ് വേണം, ജനറേറ്റർ വേണം. കൂടാതെ നക്ഷത്ര ലൈറ്റുകളിടുന്ന ആ നക്ഷത്രം നോക്കുന്ന കാലുകളിൽ ആർച്ച് മാതിരി സീരിയൽ ബൾബ് തൂക്കണം. ഇതിനൊക്കെ കൂടി 6,34,350 രൂപയ്ക്കാണ് ശ്രീ നവാസിൻ്റെ കൊട്ടേഷൻ അംഗീകരിക്കപ്പെട്ടത്. നവാസ് ഈ നക്ഷത്രം തൂക്കുന്ന പരിപാടി സാധാരണ രീതിയിൽ നമുക്ക് സ്റ്റേജ് അല്ലെങ്കിൽ മറ്റുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ പോരെ, നേരത്തെ ചെയ്യണം, 25 ദിവസം മുമ്പെങ്കിലും ചെയ്യണം. അദ്ദേഹം പണി ആരംഭിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വളരെ എതിർപ്പുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുമ്പ് വെച്ച് കൊട്ടേഷൻ അംഗീകരിപ്പിച്ച് സ്വാഭാവികമായിട്ടും നക്ഷത്ര തടാകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് രൂപ കുറച്ച്, ഏകദേശം 2 ലക്ഷത്തോളം കുറച്ചാണെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചാണ് അദ്ദേഹം ആ കൊട്ടേഷൻ എടുത്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കൊട്ടേഷൻ എടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇത് ഒരു ക്രൈസായിട്ട്, അതായത് ഈ നക്ഷത്ര തടാകം മുമ്പൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, ഇത് എനിക്ക് ചെയ്യണമെന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തത് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ആ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ടായെന്നുള്ളത് എനിക്കറിയാം. എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനറേറ്റർ മറ്റേ കണക്ഷൻ കട്ട് ചെയ്ത് കളയുക, അതുപോലെ തന്നെ സീരിയൽ സെറ്റ് പൊട്ടിച്ച് കളയുക,
ഇപ്പോൾ ആർച്ച് മാതിരി നമ്മുടെ കവാടം മുതൽ ഗ്രൗണ്ട് വരെ ഇട്ടിരുന്ന ആർച്ച് മാതിരിയുള്ള ലൈറ്റുകൾ, സീലിംഗ് ലൈറ്റുകൾ വണ്ടി ഓടിച്ച് അത് പൊട്ടിക്കുക, അതുപോലെ തന്നെ തല്ലാഞ്ചല്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിനുണ്ടായി. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ നാട്ടുകാരനല്ല, ഇത് നേരത്തെ ആ കൊട്ടേഷനുകളൊക്കെ സ്വീകരിച്ച് വർക്ക് നടത്തേണ്ടിയിരുന്ന ആളുകളുടെ എതിർപ്പൊക്കെ ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് പുതിയൊരാളായതുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ധൈര്യം കൊടുത്തു. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, നമ്മുടെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു വർക്കല്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ കൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇത് ആകർഷണീയമാക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റേ സെൽഫി സ്പോട്ടുകൾ അത് ഇതൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് അംഗീകരിച്ചില്ല, വളരെ ചിലവ് വരും, അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ നിലവിലുള്ള ആ രീതിയിൽ അത് തുടർന്ന് ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചു. 6,34,350 രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ അംഗീകരിച്ചു. ഈ കൊട്ടേഷൻ അഖിലിൻ്റെ പ്രസ്ഥാനം പറഞ്ഞ കൊട്ടേഷൻ എൻ്റെ കയ്യിൽ തന്നു എന്നുള്ളത് പ്രസിഡൻറ്റ് അന്നില്ലാതിരുന്ന സമയത്ത് ഒരു നക്ഷത്രം തൂക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എൻ്റെ കൊട്ടേഷൻ തന്നു. അത് ഏത് മെമ്പർമാർക്ക് വേണമെങ്കിലും കൊട്ടേഷൻ സ്വീകരിക്കാം. ഈ കൊട്ടേഷൻ പ്രസിഡൻറ്റ് കൊടുത്തോ എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കിട്ടിയ കൊട്ടേഷൻ ഇതിൻ്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് അന്നത്തെ പ്രസിഡൻറ്റ് ശ്രീ വിൽസൺ കോയിക്കരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലാണ് കുറ്റക്കാരനാവുന്നത്. അത് ഞാൻ കൊടുത്തു. എനിക്ക് തന്ന കൊട്ടേഷൻ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ പൊട്ടിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക്, അതിലൊക്കെ 2 ലക്ഷം 2.5 ലക്ഷം കൂടുതലായിരുന്നു മറ്റുള്ള കൊട്ടേഷനുകൾ. ആ കുറഞ്ഞ തുകയ്ക്ക് ഉള്ള ആ വർക്ക് അദ്ദേഹം ഏറ്റെടുത്തപ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം ഈ സീരിയൽ സെറ്റും വയറിനൊക്കെ എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പരിസരത്ത് നിന്ന് എടുക്കാം എന്നുള്ള നിലയ്ക്ക് മലയാറ്റൂർ, അതേപോലെ തന്നെ കാലടി, അങ്കമാലി ഒക്കെ ചെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കില്ല എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലാണ് പല ലൈറ്റ് ആൻഡ് സൗണ്ടുകാരും പറഞ്ഞത്. നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പഴനിയിൽ അദ്ദേഹം ഇവൻറ്റ് മാനേജ്മെൻറ്റും കൂടി നടത്തുന്ന ആളാണെന്നാണ് എന്നോട് പറഞ്ഞത്. പഴനി പോയി ഈ പറഞ്ഞ പഴനി മലയിൽ ഇലൂമിനേഷൻ ലൈറ്റുകളുടെ സംവിധാനം ചെയ്യുന്ന അവരുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് സീരിയൽ സെറ്റുകളൂടെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷോട്ടിൽ ബാലൻസ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. പരമാവധി സ്ഥലത്ത് അദ്ദേഹം ഇട്ടു, ഏറ്റവും മനോഹരമാക്കി 2023. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ തല്ലാൻ ചെല്ലലും പൊട്ടിച്ച് കളയിലും കണക്ഷൻ കട്ട് ചെയ്യലും അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടായത്. ഇതിന് ശേഷം ഈ ഇതൊക്കെ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇടതുപക്ഷം ഇതിൽ നിന്ന് നിസ്സഹകരിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ രീതിയിലൊരു ജനാധിപത്യ മര്യാദ പാലിച്ച് പോകുന്നില്ല. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. ഒരു ഏകപക്ഷീയത അതിനകത്ത് കണ്ടപ്പോൾ ഞങ്ങളുടെ നേതൃത്വമായിട്ട് ആലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിസ്സഹകരിച്ച് മാറി നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഞാൻ ബന്ധപ്പെട്ടിട്ടുമില്ല. അതിനുശേഷമാണ് ആ കരാറിൽ പറയാത്ത പല വർക്കുകളും അവിടെ ആലോചിച്ച് ചെയ്യിപ്പിച്ചത്. അതിന് ചെയ്യിപ്പിച്ച ആളാണ് അതിൻ്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ടത്. അത് സ്റ്റേജിൻ്റെ നേരെ, നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സ്റ്റേജിൻ്റെ നേരെ ഒരു 2023 എന്നുള്ള നിലയ്ക്കുള്ള ഒരു മറ്റേ സെൽഫി സ്പോട്ട്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നടുക്ക് നക്ഷത്രം കത്തി നിൽക്കുന്നത് 2023. പിന്നെ അതുകൂടാതെ ആർച്ച് ലൈറ്റുകൾ, ഇതൊക്കെ വേറെ ഈ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിസ്സഹകരിച്ചതിന് ശേഷം ഞങ്ങളുമായി ബന്ധപ്പെട്ട് എന്നിരുന്നാൽ പോലും ഇദ്ദേഹം പല പ്രാവശ്യവും വിളിക്കും, മെമ്പറെ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോഴും പറയും അദ്ദേഹത്തിനോട്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിസ്സഹകരിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്നത്തെ പ്രസിഡൻറ്റ് ജനറൽ കൺവീനറോട് നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. എനിക്ക് അവരോട് സഹതാപം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്ന് വെച്ചാൽ നിങ്ങൾ നിസ്സഹായരായിട്ട് നിൽക്കുന്ന സമയത്ത് ആരാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ പ്രാദേശികമായിട്ട് അദ്ദേഹത്തിന് വളരെ പ്രയാസം ഉണ്ടായിട്ടെന്ന് പറയണേ. ഇന്ന ആളുകളൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും കവാടം വരെയുള്ള മറ്റേ ആർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഇടുന്ന ലൈറ്റുകളുണ്ടല്ലോ, മാലബൾബുകൾ. ആ മാലബൾബുകൾ 2-3 പ്രാവശ്യം വണ്ടി കയറ്റി പൊട്ടിച്ചു കളഞ്ഞു. സാധാരണ രീതിയിൽ അതിലെ ബസ്, മറ്റ് വാഹനങ്ങൾ, ടൂറിസ്റ്റ് ബസ്സൊന്നും അതിനുശേഷം ഓടിക്കുക എന്നുള്ള നിലയ്ക്കാണ്. പരമാവധി ഈ നമ്മൾ പറയുന്ന പൊക്കത്തിലാണ് ഇവർ കിട്ടുന്നത്. അത് പൊട്ടിച്ചു കളഞ്ഞു. ജനറേറ്ററിൻ്റെ കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതേമാതിരി തന്നെ സീരിയൽ സെറ്റ് 2-3 പ്രാവശ്യം കണക്ഷൻ തെളിയാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടു. തല്ലാൻ ചെന്നു. ഇതൊക്കെ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ല. ആരാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല.
പക്ഷേ ഇവരൊരു വർക്ക് എടുത്ത സ്ഥിതിക്ക് അന്യ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇവർക്കുണ്ടായ പ്രയാസം ഇവർ എന്നോട് പറഞ്ഞു. എവിടെയുള്ള ആളാണ്? ആരാ? ഈ നവാസ് എന്നോട് പറഞ്ഞത് ചാലക്കുടിയിലുള്ള ചാലക്കുടിക്കാരനാണെന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. ചാലക്കുടിക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇതിങ്ങനെയുള്ള ഇലുമിനേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയ്ക്കാണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിലാണ് ഇവിടെ കൊട്ടേഷൻ വെച്ചിട്ടുള്ളതും. അത് ആ കൊട്ടേഷൻ വെക്കുന്ന സമയത്ത് ഈ സ്പോട്ടൊക്കെ അദ്ദേഹം പലരും വന്ന് കണ്ടിട്ടുണ്ടാവും. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് എടുക്കാനും മുമ്പ് ഈ നക്ഷത്രതടാകം ഇദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തു. പിന്നെ കണക്ക് ബുക്കുകളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രസിഡൻ്റായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അഖിൽ പറയുന്ന ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്നത് വിൽസൺ കോയിക്കര. കണക്ക് ബുക്കുകൾ ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ വരില്ല. ഞങ്ങളുടെ കയ്യിൽ വരുന്നത് ഓരോ മെമ്പർമാർക്കും ഓരോ കമ്മിറ്റിയുടെ കൺവീനർമാരവർ. ആ കൺവീനർമാർക്ക് ഒരു ബുക്കുണ്ട്. ആ ബുക്ക് എന്ന് പറയുമ്പോൾ മിൻസ്, അതായത് നമുക്ക് മീറ്റിംഗ് കൂടാനുള്ള ബുക്കാണ്. കണക്കുകൾ പൈസ കൊടുക്കൽ മറ്റുള്ളതൊക്കെ ജനറൽ കൺവീനറാണ്. പൈസ കൊടുക്കേണ്ടെന്നൊരു ഉത്തരവാദിത്വം നമുക്കില്ല. അത് ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പൈസ അതിൻ്റെ കൊടുത്തതിന് ശേഷം ഒപ്പിട്ട് വാങ്ങണം. അതാണ് അദ്ദേഹത്തിൻ്റെ റോള്. അതിന് ഞാൻ നവാസിനോട് ചോദിച്ചപ്പോൾ ഞാൻ പൈസ വാങ്ങിയതിനൊക്കെ അദ്ദേഹം ഒരു ലെഡ്ജറിൽ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ആ നിലയിലേക്ക് പൈസ ശരിക്കും ബാങ്ക് ട്രാൻസാക്ഷൻ വഴി പൈസ കൊടുക്കണമെന്നുള്ളതാണ് പറയണത്. പക്ഷേ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. മറ്റേപ്പാട് മിനിറ്റ്സ് ബുക്ക് ഞങ്ങൾ കമ്മിറ്റി ചേരാനും അതിനകത്ത് ഉള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എഴുതാനും മാത്രമാണ് നമ്മുടെ കയ്യിൽ ബുക്ക്. ഇത് ഞങ്ങൾ നിസ്സഹകരിച്ചതിന് ശേഷം ആ ബുക്ക് നമുക്ക് കയ്യിൽ വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അവസാന നിമിഷം ഞങ്ങൾ വേദി പോലും കയറാതെ കാഴ്ചക്കാരായിട്ട് നമ്മുടെ പ്രദേശത്തിറങ്ങുന്ന ഒരു കാർണിവലിന് എതിരായിട്ട് ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങളിവിടെ നടന്നോട്ടെ, പക്ഷേ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ള എനിക്ക് തീരുമാനിച്ചത്. അപ്പം അവസാന ഘട്ടത്തിൽ ഇത് തികച്ചും ഏകപക്ഷീയമായിട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. കൂടാതെ അഡ്വാൻസ് തന്നെ അദ്ദേഹം ഈ നവാസിനോട് നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള 60% അഡ്വാൻസ് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ 1 ലക്ഷം രൂപയാണ് അന്ന് അഡ്വാൻസ് കൊടുത്തത്. ഇത്തരം വർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ കൊട്ടേഷൻ വെച്ചതിൻ്റെ 1 ലക്ഷം രൂപയാണ് അന്ന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നത്. പിന്നെ അത് കൂടാതെ കൊട്ടേഷൻ ക്ഷണിച്ചപ്പോൾ ഈ പറഞ്ഞോളം പ്രസിഡൻ്റ് ഇല്ലാതിരുന്ന സമയത്താണ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കയ്യിൽ കൊട്ടേഷൻ തന്നിട്ടുള്ളത്. അത് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരാണോ ഈ കൊട്ടേഷൻ തന്ന ആളിനെ കൊണ്ടുവന്നത്, ബിജു പള്ളിപ്പാടനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം അതിനകത്ത് കേട്ടു. പക്ഷേ ഈ കൊട്ടേഷൻ കൊണ്ടുവന്ന ആളെ ബിജു പള്ളിപ്പാടൻ എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുവരുന്ന ആളാവണം എന്നുള്ള നിലയ്ക്ക് ആക്കി തീർക്കാനാണ് ശ്രമിക്കുന്നുള്ള നിലയ്ക്കാണ് എനിക്ക് ആ സംഭാഷണത്തിൽ തോന്നിയത്. എൻ്റെ കയ്യിൽ ഒരു നക്ഷത്രം തൂക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തന്ന കൊട്ടേഷൻ ഞാൻ പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. കിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ബിജു പള്ളിപ്പാടൻ അവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും ആ നിലയിലേക്ക് ഒരു മോശമായ രീതിയിലേക്ക് ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആ ഇൻ്റർവ്യൂ വളച്ചൊടിച്ച് ഉപയോഗിച്ചതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തികച്ചും എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. തികച്ചും ഏകപക്ഷീയമായിട്ട്. അഖിലിന് വേണമെങ്കിൽ എൻ്റെ നമ്പർ അഖിലിന് കിട്ടും. ഈ വിൽസൺ കോയിക്കരയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ നടത്താനുള്ള സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തനം നല്ല രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്നെയും വിളിച്ച് ചോദിക്കണ്ടേ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, വിൽസൺ കോയിക്കര അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജനറൽ കൺവീനർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ശരിയാണോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊന്നും ചോദിക്കാതെ തികച്ചും ഒരു ഏകപക്ഷീയമായ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ്, നവമാധ്യമങ്ങൾ വഴി. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു രീതിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചായ പോലും ഒരുമിച്ചിരുന്ന് ഈ നവാസ് എന്ന് പറഞ്ഞ ആളായിട്ട് കുടിച്ചിട്ടില്ല. അദ്ദേഹം 24 മണിക്കൂറും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നവാസ് ഈ പറഞ്ഞ ഒരു ചായ കുടിക്കാൻ സുഹൃത്തെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു ചായ പോലും കുടിച്ചിട്ടില്ല. എന്നിട്ടും തീർത്തും ഈ രീതിയിൽ ഉള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ. ഇത്തരത്തിൽ ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അതിന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ. പക്ഷേ എത്ര പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് ജയിച്ചു വന്നാൽ
ഞാൻ മനസ്സിലാക്കുന്നത് ഏത് ജനപ്രതി ആയാലും സ്വാഭാവികമായിട്ടും ആ ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര നഷ്ടം വന്നാലും എത്ര സാമ്പത്തിക നഷ്ടം വന്നാലും പ്രയാസങ്ങൾ വന്നാൽ പോലും ആ ജനങ്ങളെ സേവിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് അവതരിപ്പിച്ച് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ പതറില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അഖിലിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും നിരത്താനുണ്ടെങ്കിൽ അത് നിരത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കട്ടെ. അതിന് സമാധാനം പറയാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും ഇത് തീർത്തും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയായൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് പറയാൻ കഴിയില്ല. തികച്ചും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇടതുപക്ഷം പിന്നെ വേറെ ഒരു കാര്യം കാണിക്കേണ്ട. ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു പഞ്ചായത്തിലൊരു ബഹളം ഉണ്ടാകുന്നത്, ആ ബഹളം ഉണ്ടാകുന്നതെന്ന വിൽസൺ കോയിക്കര പ്രസിഡൻ്റായിരുന്ന സമയത്തല്ല, ജോയി അവോക്കാരൻ പുതിയ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റ് അതിൻ്റെ നക്ഷത്ര തടാകത്തിൻ്റെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നമാണ്. അതും ഉണ്ടായ കാര്യങ്ങൾ ഞങ്ങളന്ന് വിശദീകരിച്ചാണ്. അതിന് നിലവിൽ ഇവിടെ സുതാര്യമായിട്ട് നക്ഷത്ര തടാകം നടക്കുന്നില്ല. ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ 2019 നക്ഷത്ര തടാക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ്റെ 18 നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 19 ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുണ്ട്. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ പരാമർശം സമാഹൃത നിയമസഭാ സബ് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ആ പരാമർശം നീക്കാതെ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താൻ കഴിയില്ല. പഞ്ചായത്തിന് ഏറ്റെടുത്ത് നടത്താൻ കഴിയണമെങ്കിൽ ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് പോകണം എന്നുള്ളതൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റിയൊന്നും പിന്നീട് ആക്ട് ചെയ്തില്ല. അത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലെന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പറയുന്ന ആ ഓഡിറ്റ് തീർക്കാതെ, എൻ്റെ ആ ഒബ്ജക്ഷൻ പരിഹരിക്കാതെ, അതിപ്പോൾ വിജിലൻസ് കേസുണ്ടെന്നുള്ള ഇപ്പോൾ പഞ്ചായത്തിൽ 2019 ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കയറി ഇറങ്ങിയാണ്. ഈ മിനിഞ്ഞാന്നും കൂടി വിജിലൻസ് വന്നിട്ടുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അന്നാളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ കുറ്റക്കാരെന്നുള്ള ആളിൽ തെളിയിക്കപ്പെടും. പിന്നെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കൊട്ടേഷനുകൾ എന്തുകൊണ്ട് പഞ്ചായത്തിലേക്ക് അവർക്ക് അയച്ചുകൂടാന്നുള്ളത്. ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തുന്ന ഒരു കാർണിവലല്ല. ആ 2019 ഓഡിറ്റ് ഒബ്ജക്ഷൻ പരിഹരിക്കാതെ പഞ്ചായത്തിനോ ടൂറിസം വകുപ്പിനോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നടത്താൻ കഴിയില്ല. പക്ഷേ നടത്താൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കാര്യങ്ങളുമായി മുന്നോട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം നടത്താൻ കഴിഞ്ഞിരുന്നേനെ. അതിന് പോലും തയ്യാറാകാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഞങ്ങൾ നിരന്തരം കമ്മിറ്റികൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ നക്ഷത്ര തടാകം ഗവൺമെൻറ് ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ ചുമതലയിൽ നടത്തണം. അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാർ സെക്രട്ടറിയായിട്ട് വരും. അപ്പോൾ ആ പഞ്ചായത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ലോക്കൽ ബോഡി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം വരും. ടൂറിസം വകുപ്പിന് ഉത്തരവാദിത്തം വരും. ഇവിടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്കുള്ള ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതൊന്നും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് തികച്ചും ഒരു മുൾമുനയിൽ നിർത്തി വേറെ എന്തോ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ്. പഞ്ചായത്തിലേക്ക് നേരിട്ട് കൊട്ടേഷൻ അയക്കാൻ കഴിയില്ല എന്നുള്ളത് അഖിലിനും അറിയാം, മറ്റുള്ള പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പരിപാടിയല്ല. ഒരു സംഘാടക സമിതി നടത്തുന്നത്. സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ മലയാറ്റൂരത്തെ ജനകീയ വികസന സമിതിയും അതുപോലെ തന്നെ മറ്റ് യോജിക്കാവുന്ന സംഘടനകളും മറ്റേ മത ജാതി രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ട്. എല്ലാവരും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനകളും പഞ്ചായത്തിൻ്റെ ഭരണസമിതി, അതായത് കൺവീനർമാരൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കും എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് സെക്രട്ടറി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നേരിട്ട് കൊട്ടേഷനുകൾ പത്രപരസ്യം ചെയ്യും, അത് സംഘാടക സമിതിയുടെ പേരിൽ. പക്ഷേ പഞ്ചായത്ത് നേരിട്ട് സെക്രട്ടറി അല്ല ഇതിൻ്റെ കൊട്ടേഷൻ പത്രപരസ്യം ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. കൊട്ടേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ കൺവീനർക്ക് അയക്കാം, അത് മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിലേക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ കൊട്ടേഷനുകൾ 2023 ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആരും പരാതി പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ അനേകായിരം ആളുകൾ അയച്ചിട്ടുണ്ടാവാം, അത് കൊടുത്തിട്ടുണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ തന്ന കൊട്ടേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് വിൽസൺ കോയിക്കര എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും തികച്ചും ആരോപണങ്ങൾ മാത്രമാണ് ഇത് തെറ്റായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഇനിയും പറയും, നക്ഷത്രതടാകത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരണം. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചക്കരക്കുടം കണ്ടുകൊണ്ടാണ് ഇതിങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ
അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് യോജിക്കാതെ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താനും ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ പരിഹരിക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുത്ത് നടത്താനും ഇത് കൂടുതൽ ജനകീയമാക്കാനും വേണ്ടി ഉള്ളൊരു പരിശ്രമം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഞങ്ങളും അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ഏതറ്റം വരെ പോയാലും ഇത് തീർത്തും അഴിമതി മുക്തമാക്കി ഈ തരത്തിൽ നമ്മുടെ നാടിൻ്റെ ഈ ഇത്തരത്തിലുള്ള മഹത്തരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന മലയാറ്റൂർ കാർണിവൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഫോർട്ട് കൊച്ചിൻ കാർണിവൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന കാർണിവലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ സുതാര്യമായിട്ട് നടത്തിക്കൊണ്ട് തന്നെ പോകണം. ഇത് ആരെയും പഴിചാരി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. ഇതിനകത്ത് ആരാണ് അഴിമതിക്കാരെങ്കിലും 1 രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ പുറത്തു കൊണ്ടുവരണം. ആ രീതിയിൽ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലല്ല ഞങ്ങൾ ഇന്നും എതിർക്കുന്നു ഈ തരത്തിലുള്ള നടത്തിപ്പിനെ. അതുകൊണ്ട് ആരുടെ മുഖത്ത് നോക്കിയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇവർ പറഞ്ഞ മാതിരി മടിയിൽ കനമുണ്ടെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് അത്തരത്തിൽ ഞങ്ങളുടെ ഇടതുപക്ഷ മെമ്പർമാരാരും ആ നിലയിലേക്ക് പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ ശക്തമായിട്ട് ഇതിനെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണമെന്നുള്ള നിലയ്ക്ക് എല്ലാ കമ്മിറ്റികളിലും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളത് പറഞ്ഞതായിട്ടുള്ള രേഖകളും കമ്മിറ്റിയുടെ മിനിറ്റ്സ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരാവശ്യം വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളൊരു മെഗാ കാർണിവൽ ഒരിക്കലും നടക്കാതിരിക്കരുത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. തീർത്തും സുതാര്യമായിട്ട് നടത്തണം. ഞങ്ങൾക്ക് യോജിക്കാവുന്ന മേഖലകളൊക്കെ ഞങ്ങൾ യോജിച്ചിട്ടുണ്ട്. നിസ്സഹകരിക്കേണ്ട മേഖല നിസ്സഹരിച്ച് തന്നെ മാറി നിന്നിട്ടുണ്ട്. തെറ്റെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മെമ്പർമാരെയും അങ്ങനെ കരിവാരി തേക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ്